ബൊക്കാഷി ബക്കറ്റ്, അങ്ങനെ ഒരു ബക്കറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിപ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലൊക്കെ എല്ലാ വീടുകൾക്കും കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തിൽ ഒരു 250 രൂപ അടച്ചാൽ ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടും. അതിൽ 2 ബക്കറ്റും അതിൻ്റെ ഫിൽറ്ററും പിന്നെ ഒരു 5-6 പാക്കറ്റ് ബൊക്കാഷി പൗഡറും പിന്നെ ശർക്കര പൗഡറിൻ്റെ ഒരു പാക്കറ്റും കിട്ടും. പക്ഷേ ഇതൊക്കെ കിട്ടും, അതിൽ യൂസർ മാനുവലും ഉണ്ട്. പക്ഷേ ഇതൊക്കെ വായിച്ചാൽ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല, പലർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് വളരെ ലളിതമായി ഞാൻ പറയുകയാണ്, സംഭവം സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റും, അതായത് ജൈവ മാലിന്യം, അല്ലാണ്ട് പ്ലാസ്റ്റിക് കാര്യങ്ങളോ അല്ല. പിന്നെ അതേപോലെ ചൂടുള്ളതോ വെള്ളമുള്ളതോ ഒന്നും ഇതിലൊഴിക്കാൻ പാടില്ല. ഡ്രൈ ആയിട്ടുള്ള ഫുഡ്, അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇതിലിട്ടിട്ട് നമുക്ക് അത് കമ്പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ 2 ബക്കറ്റാണ് വരിക. ഒരു പാക്കറ്റിൽ 2 ബക്കറ്റ് വരിക. 2 ബക്കറ്റിൻ്റെ 2 ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരിപ്പയാണ് കാണുന്നത്. പിന്നെ അതിൽ വരുന്ന ഒരു സാധനം കൂടി ഉണ്ട്. ഇത് എല്ലാവരും വിചാരിക്കും ഇത് എന്നിട്ടാണ് കോരാനാണോ എടുക്കാനാണോ, പക്ഷേ ഇത് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ട് ഇങ്ങനെ അമ്മയ്ക്ക് വെക്കാനുള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. ഇത് ഈ സാധനം കണ്ടോ, ഇതാണ് ഈ പറയണ ഈ ബൊക്കാഷി പൗഡർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ കമ്പോസ്റ്റ് ചെയ്യിക്കുന്ന ആ പൗഡറാണ് അത്. അപ്പോൾ എനിക്കൊരു പാക്കറ്റ് കിട്ടിയുള്ളൂ, എന്നാൽ തൽക്കാലം അത് മതി. 2 ബക്കറ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാ 2 ബക്കറ്റ് എന്ന് വിചാരിക്കും. ഒരു ബക്കറ്റിൻ്റെ പ്രോസസ്സ് ഏകദേശം 1 മാസത്തിൻ്റെ അടുത്ത് എടുക്കും. സാധാരണ ഒരു കുടുംബത്തിൽ 15 ദിവസം കൊണ്ട് ഒരു ബക്കറ്റ് നിറയും ഫുഡ് വേസ്റ്റ്. അപ്പോൾ ആദ്യം ഏറ്റവും അടിയിൽ നമ്മൾ ഒരു 20 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര പൊടി വിതറണം. ഏറ്റവും അടിയിൽ കേട്ടോ. അപ്പോൾ ഈ ഫിൽറ്റർ വെച്ചതിൻ്റെ ഏറ്റവും അടിയിൽ ശർക്കര പൊടി വിതറിയിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ ബൊക്കാഷി പൗഡർ കാണിച്ചില്ലേ, അത് ഒരു 2 സ്പൂൺ വിതറുക. എന്നിട്ട് ഇതുപോലെ ആ ഫിൽറ്റർ എടുത്ത് വയ്ക്കുക, അരിപ്പെടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബൊക്കാഷി പൗഡർ വിതറുക. എന്നിട്ട് നമ്മുടെ ഡെയിലി വരുന്ന ഫുഡ് വേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ആ പറഞ്ഞ അമ്മക്കയുടെ സാധനമില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ടാലും അമ്മക്കിയിട്ട് അതിൻ്റെ മേലെ ഈ ബൊക്കാഷി പൗഡർ 2 സ്പൂൺ അങ്ങോട്ട് വിതറുക. എന്നിട്ട് ടൈറ്റാക്കി കണ്ട എയർ കിടക്കാത്ത രീതിയിൽ കണ്ട ക്ലിപ്പ് അടക്കാണ് ഇത് ബക്കറ്റ് തരണത്. എയർ കിടക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് ക്ലിപ്പ് അടക്കം ഇട്ട് വെച്ചേക്കുക. ദിവസം നമ്മൾ അതന്നെ ഉപയോഗിക്കുക. 2 ദിവസം കൂടുമ്പോൾ ഈ ടാപ്പ് തുറക്കുക. അപ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിനെയാണ് പറയണത് ബൊക്കാഷി ടീ. കുടിക്കാനുള്ളതല്ല കേട്ടോ, അത് ചെടികൾക്ക് നേരിട്ട് ഒഴിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് ഒരു 15 ദിവസം നമ്മൾക്ക് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക, അടുത്ത ബക്കറ്റ് ഉപയോഗിക്കുക. 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ വെള്ളപ്പാട തുറന്ന് നോക്കുമ്പോൾ വെള്ളപ്പാടയായിട്ട് കാണാം. അപ്പോൾ സംഭവം ഓക്കെയാണ്, റെഡിയാണ്. പക്ഷേ അപ്പോൾ ഈ